നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത രണ്ട് സംഭവങ്ങളിലേക്ക് ഒന്ന് ഓടിച്ചു പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും കഥയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉണ്ടായ രണ്ടാമത്തെ പീഡനാരോപണം അജ്ഞാതമായ ഒരു ഇമെയിലിൽ നിന്നും KPCC പ്രസിഡന്റിന് എത്തിയതാണ്. KPCC പ്രസിഡന്റ് അത് അപ്പോൾ തന്നെ DGPക്ക് ഫോർവേഡ് ചെയ്തു. DGP അപ്പോൾ തന്നെ IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. SP-യും CI-യും SI-യും ഒക്കെ അടങ്ങിയ ഒരു പ്രത്യേക അന്വേഷണ സംഘം. ഈ അന്വേഷണ സംഘത്തിന്റെ ആദ്യത്തെ ദൗത്യം ഈ കത്തയച്ച പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തുകയാണ്. അങ്ങനെ അവർ ഒരു വിധത്തിൽ ആ പെൺകുട്ടിയിലേക്ക് എത്തുന്നു. ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴിയെടുക്കുകയാണ് രണ്ടാമത്തെ ദൗത്യം. പെൺകുട്ടി മൊഴി കൊടുക്കാനോ പരാതിപ്പെടാനോ ഒരുക്കമല്ല. കടുത്ത സമ്മർദ്ദം ചെലുത്തി ആ പെൺകുട്ടിയെ കൊണ്ട് മൊഴിയെടുപ്പിക്കുന്നു. മൊഴിയെടുക്കുന്നതിന് മുൻപ് ആ വ്യാജ ഇമെയിലിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത് രാഹുലിന്റെ ആദ്യ കേസിൽ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു രേഖയായി കോടതിയിൽ സമർപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ സംഭവം രാഹുൽ ഈശ്വരിൻ്റെതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ആവേശം കയറി ഇരയെ അപമാനിച്ചു എന്നാണ് കേസ്. ഇരയുടെ പേര് പറഞ്ഞിട്ടില്ല, ചിത്രം കാണിച്ചിട്ടില്ല. പക്ഷേ ഇരയെ പരിഹസിക്കുന്ന തരത്തിൽ പറഞ്ഞു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. കോടതി കണ്ടെത്തി. ആ കുറ്റകൃത്യത്തിന് കഴിഞ്ഞ 2 ആഴ്ചയായി രാഹുൽ ഈശ്വർ ജയിലിലാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സംഭവത്തിലേക്ക് പോകാം. പ്രതിയുടെ പേര് PT കുഞ്ഞുമുഹമ്മദ് എന്നാണ്. വയസ്സ് 76. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 2 വർഷം കഴിഞ്ഞാണ് ജനിക്കുന്നത്. 76ാമത്തെ വയസ്സിലും ഈ കുഞ്ഞുമുഹമ്മദിനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ കൺട്രോൾ പോകും. അതിന് കാരണം ഈ PT കുഞ്ഞുമുഹമ്മദ് ഒരു CPM-കാരനാണ് എന്നതാണ്. CPM-കാരുടെ പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു ഈ പിണറായിസ്റ്റ് കാലത്ത് പീഡനം. പെണ്ണുങ്ങളെ അവർ കാണുന്നത് അവരുടെ ഇരകളായാണ്. ഇര എന്ന വാക്കിന് എത്രയധികം പ്രാധാന്യം അവർ കൊടുക്കുന്നത് പോലും അവർക്ക് ദുരുപയോഗിക്കാനുള്ള ഒരു ചരക്ക് എന്ന നിലയിൽ പെണ്ണുങ്ങളെ കാണുന്നത് കൊണ്ടാണ്. അതിന് പ്രായവ്യത്യാസമോ സ്ഥാനവ്യത്യാസമോ ഒന്നുമില്ല. അല്ലെങ്കിൽ 76 വയസ്സുള്ള ഒരു വൃദ്ധന് ഇപ്പോഴും ഒരു പെണ്ണിനെ ഒരു ഹോട്ടലിൽ മുറിയിൽ വെച്ച് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറി പിടിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഓർക്കണം, IFFK തുടങ്ങാൻ പോവുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി നടത്തുന്ന ചലച്ചിത്രോത്സവം. ആ ചലച്ചിത്രോത്സവത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കണമെങ്കിൽ അതിനൊരു ജൂറിയുണ്ട്. ആ ജൂറി തീരുമാനിക്കുന്ന സിനിമകൾ മാത്രമേ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കൂ. ആ ജൂറിയിൽ ഇദ്ദേഹമുണ്ട്. അത് സ്ക്രീൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സിനിമ ചലച്ചിത്രോത്സവത്തിലേക്ക് പ്രവേശനം നേടൂ. അങ്ങനെ നേടണമെങ്കിൽ 76-കാരനായ ഈ വൃദ്ധനെ ലൈംഗിക താല്പര്യം സംരക്ഷിക്കപ്പെടണം എന്ന നിയമമാണ് അയാൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഒരു സംവിധായിക സിനിമ പ്രദർശിപ്പിക്കാൻ എത്തിയതാണ് തലസ്ഥാനത്തെ ഹോട്ടലിലെ. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ സംവിധായികയെ ലൈംഗിക താല്പര്യത്തോടെ തലോടാൻ ശ്രമിച്ചു. ഇത് തൻ്റെ അവകാശമാണ്. താൻ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ നിന്റെ സിനിമ ഇവിടെ പ്രവേശനം കിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിലും തൻ്റെ ശരീരത്തിൽ അവകാശമില്ലാത്ത ഒരുത്തൻ തൊട്ടാൽ അതിനെതിരെ നടപടി ഉണ്ടാവണം എന്ന് ഈ സംവിധായിക തീരുമാനിക്കുന്നു. അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഉടനടി നടപടി ഉണ്ടാകും എന്നാണ് വൈപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി വന്നത് പോലീസിനായിരുന്നില്ല, മുഖ്യമന്ത്രിക്കായിരുന്നു. ആ സമയത്ത് തന്നെ ആ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി അന്വേഷിക്കുകയായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ ഈ PT കുഞ്ഞുമുഹമ്മദ് എന്ന 76-കാരനായ വൃദ്ധൻ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കുന്നു. നവംബർ 27-നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി കിട്ടുന്നത്. പക്ഷെ ഒരാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന്മേൽ അടയിരുന്നു. കാരണം പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ല, പരാതി സഖാവ് PT കുഞ്ഞുമുഹമ്മദിനെതിരെയാണ്. അതുകൊണ്ട് അത്ര വേഗത്തിൽ ആ പരാതിയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഈ 5 ദിവസം ആ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തി. എങ്ങനെയെങ്കിലും കേസ് പിൻവലിപ്പിക്കാൻ പലരെ കൊണ്ടും പറഞ്ഞു നോക്കി. പക്ഷെ പെൺകുട്ടി വഴങ്ങിയില്ല. ഒടുവിൽ ഡിസംബർ 2-ന് കന്റോൺമെന്റ് പോലീസിന് അത് കൈമാറി. നോക്കണം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണഗതിക്ക് ഇത്തരം പരാതികൾ കൈമാറുന്നത് DGPക്കാണ്. ഇത് മാറിയത് കന്റോൺമെന്റ് പോലീസിനെ. കന്റോൺമെന്റ് പോലീസ് ഡിസംബർ 8-ാം തീയതി വരെ അത് വെച്ചുകൊണ്ടിരുന്നു. നവംബർ 27-ന് കിട്ടിയ പരാതിയാണ്. ഡിസംബർ 8 പരാതി വീണില്ല. പെൺകുട്ടി പലതവണ മുഖ്യമന്ത്രി ഓഫീസിൽ വിളിച്ചു. കന്റോൺമെന്റ് പോലീസിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോഴൊക്കെ പോലീസ് പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു, മൊഴിയെടുത്തു എന്നൊക്കെയാണ്. വാസ്തവത്തിൽ അത് കള്ളമാണെന്ന് പെൺകുട്ടി പിന്നീട് മനസ്സിലാക്കുന്നു. ഈ വിവരം ഈ സംവിധായിക തൻ്റെ ചില സുഹൃത്തുക്കളോട് പറയുന്നു. ഇതോടുകൂടി അത് വാർത്തയാവുന്നു. വാർത്തയായപ്പോഴാണ് ഡിസംബർ 8-ന് ധൃതി പിടിച്ച് പോലീസ് FIR ഇട്ടത്.
ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം കഥ പറഞ്ഞത്. ആരോ എവിടെ നിന്നോ ഒരു അജ്ഞാത ഇമെയിൽ KPCC പ്രസിഡന്റിന് അയച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കേസെടുക്കുന്ന ശുഷ്കാന്തി അവിടെ ഒരു സഖാവിനെതിരെ ഇല്ല. ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും നിർബന്ധിക്കാതെ സ്ത്രീകളുടെ താല്പര്യപ്രകാരം ഉണ്ടാക്കിയ ബന്ധത്തിന്റെ പുറത്ത് അയാളെ സൈക്കോ ക്രിമിനൽ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചവർ 76 വയസ്സുള്ള ഒരു ഇടത് സാംസ്കാരിക നായകൻ ഈ വൃത്തികേട് കാണിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. മാത്രമല്ല ഈ സാംസ്കാരിക നായകൻ ഒരു ഫേവറിന് വേണ്ടിയാണ് അത് ചെയ്തത്. എന്ന് വെച്ചാൽ നിന്റെ സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ നീ എനിക്ക് വഴങ്ങണം എന്ന ഫേവർ. അങ്ങനെ വഴങ്ങുന്നവരുണ്ടാവാം, അങ്ങനെ വഴങ്ങിയാവാം അവരൊക്കെ കാര്യങ്ങൾ കാണുന്നത്. എന്നാൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് ധരിച്ചെടുത്ത് പാളിച്ച പറ്റി ഇപ്പോൾ പ്രതിയായിരിക്കുന്നു. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തോ. BNS 74-ഉം 75-1 ചുമത്തിയിട്ടുണ്ട്. BNS 75-1 എന്ന് പറയുന്നത് ജാമ്യമില്ല വകുപ്പാണ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനുള്ള കുറ്റകൃത്യം. ആ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ 3 വർഷമാണ് തടവ്. അതേസമയം BNS 75-1-4 ആയിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയത്. ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ രാഹുൽ ഈശ്വറിന് 1 വർഷം മാത്രമേ തടവ് കിട്ടൂ. 1 വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യം ചെയ്ത രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിലാണ്. എന്നാൽ 3 വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യം ചെയ്ത PT കുഞ്ഞുമുഹമ്മദിനെ ഇന്നേ വരെ പോലീസ് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. യുവതിയുടെ മൊഴിയെടുത്ത പോലീസ് കുഞ്ഞുമുഹമ്മദിൻ്റെയും മൊഴിയെടുക്കും എന്ന് പറഞ്ഞ് കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എന്തൊരു ഇരട്ടത്താപ്പാണെന്ന്. രാഹുൽ ഈശ്വറിനെ പിടിച്ച് ജയിലിലടച്ച അതേ പോലീസാണ് PT കുഞ്ഞുമുഹമ്മദിനെ തൊടാൻ മടിക്കുന്നത്. എന്താണ് കാരണം? വാസ്തവത്തിൽ രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റകൃത്യമാണോ PT കുഞ്ഞുമുഹമ്മദ് ചെയ്ത കുറ്റകൃത്യമാണോ വലുത്? തീർച്ചയായും ഒരു സ്ത്രീയെ ലൈംഗിക താല്പര്യത്തോടെ സ്പർശിക്കുകയും അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കുറ്റകൃത്യമാണ് PT കുഞ്ഞുമുഹമ്മദ് ചെയ്തത്. എന്നാൽ രാഹുൽ ഈശ്വർ ചെയ്തത് വെടുവ അടിക്കുക എന്നതാണ്. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക എന്ന വിവരക്കേടിന്റെ പുറത്ത് രാഹുൽ ഈശ്വർ ജയിലിൽ കഴിയുമ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെ രക്ഷിക്കാനുള്ള ഈ നീക്കം ശക്തമായിരിക്കുന്നത്. കുഞ്ഞുമുഹമ്മദിന്റെ പീഡനം തീവ്രത കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സഖാത്തുകൾ രംഗത്തെത്തും. കുഞ്ഞുമുഹമ്മദിന്റെ ധൈര്യവും അതുതന്നെയാണ്. സഖാക്കൾ പീഡിപ്പിച്ചാൽ തീവ്രത അളക്കാൻ പാർട്ടി പ്രത്യേക അളവുകോൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അളവുകോൽ എടുത്ത് അളന്നും തൂക്കിയും നോക്കിയിട്ട് തീവ്രത കുറവാണെന്ന് കണ്ടാൽ പിന്നെ പേടിക്കണ്ട. എന്നാൽ കോൺഗ്രസ്സുകാരോ BJPക്കാരോ പീഡിപ്പിച്ചാൽ സ്ഥിതി അതല്ല. അതിന് പ്രത്യേക അളവുകോലില്ല. അവർ ഒന്ന് നോക്കിയാൽ പോലും, വളവള അടിച്ചാൽ പോലും വലിയ കുറ്റകൃത്യമാണ്, ജയിലിലടയ്ക്കും. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. 76 വയസ്സുള്ള ഒരു ഇടത് സാംസ്കാരിക നായകൻ, ഓർക്കണം, 1-2 സിനിമയെടുത്ത് സംസ്ഥാന അവാർഡൊക്കെ കിട്ടി, നീളം കൂടി ജുബ്ബയിട്ട് വലിയ ബുൾഗാൻ താടിയൊക്കെ വെച്ച് ബുദ്ധിജീവിതം കളിച്ച് നടക്കുന്ന ഒരു ഞരമ്പനാണ് ഇയാൾ. ഇയാളെ 2 തവണ CPIM MLA ആക്കിയിട്ടുണ്ട്. CPMന്റെ എല്ലാ സംവിധാനങ്ങളുടെയും ഭാഗമായി ഇയാൾ മുമ്പോട്ട് പോകുന്നു. കൈരളി ചാനലിലെ ഒരു പരിപാടിയുടെ അവതാരകനായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും CPMന് വേണ്ടപ്പെട്ട ഈ സാംസ്കാരിക നായകൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് മാത്രം പെണ്ണുങ്ങളെ കാണുമ്പോൾ കൺട്രോൾ പോകാം, പീഡിപ്പിക്കാം, തീവ്രതയുടെ അളവുകോൽ നോക്ക് പരിശോധിച്ച് മാറ്റി നിർത്താം എന്ന ഈ ഗതികെട്ട അവസ്ഥ, അതുതന്നെയാണ് ഈ നാടിൻ്റെ ശാപം.